നല്ല ഭക്ഷണത്തിനായി നല്ല വില എന്ന ക്യാമ്പയിനുമായി കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ. ഭക്ഷണത്തിനുള്ള ചേരുവകളുടെ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാന തലത്തിൽ ക്യാമ്പയിന് തുടക്കമിട്ടതെന്ന് കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുണനിലവാരമുള്ള ചേരുവകൾ ഉപയോഗിക്കുന്നതിനാൽ നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷണങ്ങൾക്ക് 20% വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഓണക്കാലത്ത് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുറഞ്ഞ വിലയ്ക്ക് ഓണസദ്യകളും വിഭവങ്ങളും നൽകുന്ന സ്ഥാപനങ്ങൾ കാറ്ററിംഗ് മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്നും ഇവർ ആരോപിച്ചു. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പും സർക്കാരും തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു വിലവർദ്ധനവ് നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമുള്ള നിലനിൽക്കുന്നത്. അത് ജനങ്ങളെ ഒരു ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ക്യാമ്പയിന്റെ ഒരു ലക്ഷ്യം. അതായത് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റും അതുപോലെ ഗുണമേന്മയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിലേക്ക് നല്ല ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അപ്പൊ ഗുണനിലവാരമുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ അതിന് ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾക്ക് അതിൻ്റെതായ വില നൽകേണ്ടി വരും. ഇതാണ് നമ്മുടെ ആ ഒരു ക്യാമ്പയിന്റെ ഒരു ലക്ഷ്യം, നല്ല ഭക്ഷണത്തിന് നല്ല വില. അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കാറ്ററേഴ്സിനെയാണ് പലപ്പോഴും ആശ്രയിക്കുന്നതെന്നും ഇതിനെതിരെ പൊതുസമൂഹവും അധികൃതരും ജാഗ്രത പാലിക്കണമെന്നും KCA ആവശ്യപ്പെട്ടു. ഓഡിറ്റോറിയങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കുന്ന കാറ്ററേഴ്സിന് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഉണ്ടോ എന്ന് ഓഡിറ്റോറിയം മാനേജ്മെന്റുകൾ ഉറപ്പുവരുത്തണമെന്നും പരിപാടികൾക്ക് ഭക്ഷണം ഏൽപ്പിക്കുമ്പോൾ സ്ഥാപനത്തിന്റെ ആധികാരികത പരിശോധിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ ആരും ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുന്നതിനോ അതിന്റെ വിപണനം നടത്തുന്നതിനോ നിങ്ങൾ ഇതിനല്ല, മറിച്ച് രാജ്യത്തൊരു പൊതു നിയമം നിലനിൽക്കുന്നുണ്ട്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർക്ക് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിയമങ്ങൾ പാലിച്ചായിരിക്കണം നിയമം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റുകളും വേണം. എന്നാൽ ഇവിടെ പലപ്പോഴും ഇപ്പൊ റോഡ് സൈഡിലൊക്കെ പായസ വിൽപ്പന നടക്കുന്നുണ്ട്. ഇതിപ്പോ കുറെ ക്ലബ്ബുകളും മറ്റുള്ള സന്നദ്ധ സംഘടനകളും ഒക്കെ ചലഞ്ചുമായിട്ട് രംഗത്ത് വരും. പക്ഷെ ഇവർക്കൊക്കെ ആരാണ് ഈ ഭക്ഷണം നിർമ്മിച്ചു കൊടുക്കുന്നത്? അവര് ലൈസൻസിൽ കാറ്റേഴ്സ് ആണോ? ഞങ്ങൾ അത്രേ ആവശ്യപ്പെടുള്ളൂ. അവർ അത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇത്തരം ചലഞ്ച് നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരം വിൽപ്പന നടത്തുന്ന ആളുകളൊക്കെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതി കൂടി വാങ്ങിച്ചിട്ട് വേണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഞങ്ങൾക്ക് ഇവിടെ വെക്കാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ഇ നായർ, ജില്ലാ പ്രസിഡന്റ് ഷാജി മഞ്ചേരി, ജനറൽ സെക്രട്ടറി സജാദ് റീമാസ്, KPA അക്ബർ, വിഷ്ണുദേവ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം.